വ്യാജ പീഡന കേസ്. പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രിയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ ബാംഗ്ലൂർ പോലീസ് 2 കോടി ആവശ്യപ്പെട്ടു. ഗുരുതര ആരോപണവുമായി മകൾ രംഗത്ത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം തന്ത്രിയുടെ മകളുടെ ഭർത്താവിനെ വ്യാജപീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ തന്ത്രിയെ കൂടി പ്രതി ചേർത്ത ബാംഗ്ലൂർ പോലീസ് നടപടിക്കെതിരെ മൂത്ത മകൾ ഉണ്ണിമായ രംഗത്ത്. സംഭവത്തിൽ അച്ഛൻ നിരപരാധിയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബാംഗ്ലൂർ പോലീസ് 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും അവർ കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ദേവസ്ഥാനം ഫ്രീ ഡയാലിസിസ് സെന്റർ എന്നൊരു സൗജന്യ ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ തീരുമാനിച്ചതിന്റെ പേരിൽ ഒരു റേപ്പിസ്റ്റായി മുദ്ര കുത്തപ്പെട്ട പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരന്റെ മൂത്ത മകൾ ഉണ്ണിമായിയാണ്. 2 ദിവസം മുന്നേ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും, എല്ലാ മീഡിയയിലും നിറഞ്ഞു നിന്നൊരു വാർത്ത. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജയ്ക്കായി വിളിച്ചു വരുത്തി ഒരു യുവതിയെ പീഡിപ്പിച്ചുവെന്നും ക്ഷേത്രം ജീവനക്കാരൻ അരുൺ അറസ്റ്റിൽ, ക്ഷേത്രം തന്ത്രി ഒളിവിൽ. ആദ്യമായി നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം പറയട്ടെ. അരുൺ ക്ഷേത്രം ജീവനക്കാരനല്ല, എന്റെ അനിയത്തിയുടെ, അതായത് ഉണ്ണി ദാമോദരന്റെ 2ാമത്തെ മകൾ വിഷ്ണുപ്രിയയുടെ ഭർത്താവാണ്. പിന്നെ എന്തുകൊണ്ടാണ് ക്ഷേത്രം ജീവനക്കാരൻ എന്നൊരു ന്യൂസ് വന്നത്? കാരണം അച്ഛനും മകളുടെ ഭർത്താവും കൂടി ഒരു പീഡന കേസിൽ പ്രതിയാകുക എന്ന് പറഞ്ഞാൽ അത് ആളുകൾ എത്രത്തോളം വിശ്വസിക്കും എന്ന് നിങ്ങൾക്കറിയാം. ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. കാരണം ഫെബ്രുവരി 3-ാം തീയതി മുതൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ പുറത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ്. അങ്ങനെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഇരിക്കുമ്പോ അകത്ത് എങ്ങനെയാണ് ഒരു യുവതിയെ പീഡിപ്പിക്കുക? നിങ്ങൾ തന്നെ പറയാം. 5ഓളം പോലീസുകാർ ക്ഷേത്രത്തിന്റെ പുറത്ത് രാവും പകലുമുണ്ട്. അവസാനം അവർ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, അരുണിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞ് അരുണിനെ കൊണ്ടുപോയി. ഒപ്പം ഞാനും നമ്മുടെ 2 കുടുംബ സുഹൃത്തുക്കളും ചേർന്ന് കാറിൽ പോയി. ഞങ്ങൾ അവിടെ എത്തുന്നതും ഏകദേശം പുലർച്ചയായി. അവിടെ ചെന്നതിന് ശേഷമാണ് വളരെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. അവിടെ ചെന്ന് എനിക്ക് CI ബലദൂർ സ്റ്റേഷനിലെ CI കുറച്ച് ഫയൽസ് കാണിച്ചു തന്നു, ചാറ്റ് ഫയൽസ്. അത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഹണി ട്രാപ്പ് ആണെന്നുള്ളത്. കാരണം അവന്റെ ചാറ്റ് മാത്രമുണ്ട്, ഈ ലേഡിയുടെ ചാറ്റ് ഒന്നുമില്ല. അപ്പൊ അവര് പറഞ്ഞു, എന്നെ അപ്പുറത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാം. അച്ഛൻ ഇതിൽ പ്രതിയല്ലെന്ന് വിക്ടിമിനും ഉറപ്പാണ്, വിക്ടിമിനും അറിയാം. ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കളിയാണ്. അച്ഛനെ ഇതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ 2 കോടി രൂപ തരണമെന്ന്. ക്ഷേത്രം തന്ത്രിയുടെ സഹോദരനും മക്കൾക്കുമുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് കേസിന് ആസ്പദം. തന്ത്രിയുടെ സഹോദരങ്ങളും അവരുടെ മക്കളും ചേർന്നുള്ള ഗൂഢാലോചനയാണ് പീഡന കേസ്. തന്ത്രിയുടെ സഹോദരപുത്രന്റെ കർണാടകയിലുള്ള പെൺസുഹൃത്താണ് അറസ്റ്റിലായ അരുണിനും ക്ഷേത്രം തന്ത്രിക്കുമെതിരെ പരാതി നൽകിയ സ്ത്രീ. കർണാടക ബെന്തല്ലൂർ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇക്കാര്യം പോലീസിനും കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ടെന്നും മകൾ ഉണ്ണിമായ പറഞ്ഞു. അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ നൽകിയിട്ടും പോലീസ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിന്റെ പേരിൽ അവർ തന്നെയും ക്ഷേത്രത്തെയും നിരന്തരം വേട്ടയാടുകയാണെന്നും അവർ ആരോപിച്ചു. കർണാടക പോലീസ് പണം ആവശ്യപ്പെട്ടതിന്റെ തെളിവും തന്റെ പക്കലുണ്ട്. കർണാടകയിലെ യുവതി പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തിയെന്ന് പറയുന്ന ദിവസം യുവതിയും 3 സ്ത്രീകളും വന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും വ്യാജമാണെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധനയിൽ വ്യക്തമായി. ക്ഷേത്രത്തിൽ പ്രവേശിച്ച അവർ ചില ഫോട്ടോകൾ എടുക്കുകയും ഉടൻ തന്നെ അവിടെ നിന്ന് പോവുകയുമായിരുന്നു. വസ്തുത ഇതാണെന്നിരിക്കെയാണ് വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് സഹോദരിയുടെ ഭർത്താവിനെ പീഡനക്കേസിൽ കുടുക്കിയതെന്നും അവർ പറഞ്ഞു. ഈ കേസിൽ അച്ഛനെയും ഉൾപ്പെടുത്തി ക്ഷേത്രത്തിന് കളങ്കം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ഇവരുടെ ശ്രമമെന്നും ഉണ്ണിമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രത്തിന്റെ ധനം ക്ഷേത്രത്തിൽ 1 രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവന്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണി ദാമോദരൻ. അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് വി കൃഷ്ണയ്യരുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്.